ബിഗ് ബോസ് മലയാളം സീസൺ 7 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രേഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കെതിരെ ഡീഗ്രേഡിങ്ങും അതുപോലെ PR വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതുവരെ ഉള്ള ടൈം കുഴപ്പമില്ല, പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് നാലാഴ്ചയുള്ളൂ ഗ്രാൻഡ് ഫിനാലേക്ക്. അപ്പം കുറേ ആൾക്കാർ ഡീഗ്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ കളിക്കുന്ന ആൾക്കാർക്കെതിരെ നല്ല ഡീഗ്രേഡുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക കേട്ടോ. ഒരു കാരണവശാലും നല്ലൊരു മത്സരാർത്ഥിയെ ഡീഗ്രേഡ് ചെയ്ത് വോട്ടിങ്ങിൻ്റെ പുറത്ത് വോട്ട് കൊടുക്കാതെ, വോട്ട് ചെയ്യാതെ തെറ്റിദ്ധാരണയുടെ പുറത്താക്കാൻ ഇടവരുതരുത് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് മെയിനായിട്ടുള്ള ഈ PR ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാരെയൊക്കെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിന് ഈ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ PR എന്ന്. ഒരിക്കലുമല്ല. ചിലപ്പം അവിടെ ഒന്നും കളിക്കാത്ത വോട്ടിങ്ങിൽ ഏറ്റവും താഴെ ഉള്ള ആൾക്കാരെ PR ആയിരിക്കാം ടോപ്പിൽ കിടക്കുന്ന കണ്ടസ്റ്റൻസിനെ ഡിഗ്രേഡ് ചെയ്ത് നെഗറ്റീവ് ആക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി IQ-ലൂടെ എല്ലാം ചിന്തിച്ച് നിങ്ങൾ വോട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി വീട്ടിൽ വന്നിരിക്കും. ഒരു കഴിവുമില്ലാത്ത ഒരു IQ ഇല്ലാത്ത ഒരെണ്ണം കപ്പ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ കുത്തിയ പൈസ, നിങ്ങൾ ചെയ്ത ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ കുത്തിയ സമയം, ഇതെല്ലാം വേസ്റ്റ് ആവത്തേ ഉള്ളൂ കേട്ടോ. അർഹതപ്പെട്ടവർക്ക്, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കപ്പ് കിട്ടട്ടെ, അത്രേ മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇന്ന് അനീഷും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അന്ന് ഞാനിതൊക്കെ വന്നിട്ട് ഈ അനീഷും ഷാനവാസും തെറ്റും ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് റിയൽ അല്ല, ഫേക്ക് ആണെന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റിലൂടെ പറയുന്നത്, ഒന്ന് പോടി, അവർ തമ്മിൽ ഭയങ്കര ചങ്കുമാണ്, കരളുമാണ്, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, അതൊക്കെ ഒരു ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. രണ്ടുപേരും ഉടനെ തന്നെ അടിയുണ്ടാക്കി പിരിയുമെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. ഇന്ന് ലൈവിനകത്ത് ഇന്ന് രാവിലെ തൊട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സംസാരം കൊണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, ഒട്ടനെ തന്നെ ഷാനവാസും അനീഷും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാകും. ഇന്ന് അനീഷ് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത്, അതുപോലെ ബിന്നിയും കേട്ടോ. ബിന്നിയെ ആ ഒരു കാരണം പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്, അതാണ് പോയിന്റ്. ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന അയാൾ ഈ പറഞ്ഞിട്ടുള്ള അയാൾ ഉള്ളി അരിഞ്ഞില്ല, അല്ലെങ്കിൽ തക്കാളി അരിഞ്ഞില്ല, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ചില്ല, അതെടുത്തുകൊണ്ട് പോയി, ഫുഡ് മോഷ്ടിച്ച് കഴിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. നോമിനേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിയോടെ നോമിനേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരാണ് വാഴ കളിക്കുന്ന ആരാണോ അവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. തന്ത്രപൂർവ്വം നോമിനേറ്റ് ചെയ്യണം. അത് ബിഗ് ബോസ് പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ നോമിനേഷനും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അനീഷ് പറഞ്ഞൊരു കാര്യം, ബിന്നിക്കെതിരെ ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിന്നി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ. അപ്പം അവിടെ ഷാനവാസ് വാഷ്റൂമിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ബിന്നിയുടെ ഒരുമാതിരി ഡിമാൻഡുമായിട്ട് ബിന്നി വരുന്നുണ്ടായിരുന്നു. അവിടെ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രാഥമിക ആവശ്യം വാഷ്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് അത് നിരസിക്കുകയും അത് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ വാശി പിടിക്കുകയും സോറി പറഞ്ഞാലേ കക്കൂസിൽ പോകാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞൊരു ബിന്നിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെറുപ്പീര് ക്യാരക്ടറിനെയാണ് നമ്മളവിടെ കണ്ടത് അല്ലേ. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അനീഷ് അവിടെ നോമിനേറ്റ് ചെയ്തത്. അതാണ് സത്യം പറഞ്ഞാൽ അത് ബ്രില്യൻറ്റ് ഗെയിമറാട്ടോ അനീഷ്. പറയേണ്ട കാര്യം, നോമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പോയിന്റ് ആയിട്ട് മൈൻഡിൽ പിടിച്ചു വെച്ചിട്ടാണ് ഈ സാധനം അനീഷ് നോമിനേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ് ആദിലെ ഓപ്പൺ നോമിനേഷൻ ചെയ്തത്. അപ്പം അത്രയും കാരണം ആദിലേക്ക് അത്രയും അത് ഉള്ളിലോട്ട് കൊണ്ടോണ്ട് മാത്രമാണ് അനീഷിനോട് അത്രയും വെറുപ്പ്, അത്രയും ദ്രോഹം ഈ ആദില ചെയ്തത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അനീഷ് ആ പറഞ്ഞ പോയിന്റുകൾ അങ്ങനെ വേണം നോമിനേഷൻ, അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ ചീപ്പ് നോമിനേഷൻ, അല്ലെങ്കിൽ ഒരുമാതിരി ഒരു ഷോ കാണിച്ചുള്ള ഒരു പറയുന്നതിനകത്ത് ഒരു പോയിന്റ് പോലും ഇല്ലാത്തുള്ള രീതിയിലാണ് മറ്റുള്ള ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷ് ആ പറഞ്ഞ നോമിനേഷൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഷാനവാസുമായിട്ടുള്ള ഫൈറ്റിനകത്ത് അനീഷ് ഇന്ന്
മോർണിംഗ് ഷാനവാസ് പറയുന്നുണ്ട്, നീ എൻ്റെ മരുന്നും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് തരണ്ട, സിമ്പതി കാണിച്ച് നിൻ്റെ ഉള്ള സഹതാപം കാണിച്ച് ആ വോട്ട് പിടിക്കൽ എന്നുള്ള പരിപാടി നടക്കത്തില്ല, ഇനി എനിക്ക് മരുന്ന് എടുത്തുകൊണ്ട് തരണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം മരുന്ന് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് മാത്രമല്ല, ഈ അതിലെ നൂറയ്ക്ക് വയ്യാതായ സമയത്തൊക്കെ മരുന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് എനിക്കൊരു സിമ്പതി ആയിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം പോയ അന്ന് തൊട്ടേ സ്റ്റോർ റൂമിൽ എന്ത് വന്നാലും അനീഷാണ് അവിടെ ആദ്യം പോയി ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ക്യാമറ സ്പേസ് കിട്ടാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സ്റ്റോർ റൂമിൻ്റെ അകത്ത് കയറി ചെന്ന് എടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അകത്തോട്ട് ഓടുന്ന കാണിക്കുന്നുണ്ട്, പിന്നെ എടുത്തുകൊണ്ട് വരുന്ന കാണിക്കുന്നുണ്ട്. അല്ലാതെ ഓടുമ്പോഴേ ക്യാമറ പുറകിലൂടെ പോയി അവിടെ ചെന്നിട്ട് അതിൻ്റെ അകത്തൂടെ ചെന്നിട്ട് ക്യാമറ വളഞ്ഞ് ചുറ്റി തിരിഞ്ഞ് മറിഞ്ഞ് വന്നിട്ട് അയാളെ ഇങ്ങ് എടുത്ത് കമത്തിയല്ലല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ക്യാമറ സ്പേസ് കിട്ടാനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ സ്റ്റാർട്ടിങ്ങിൽ ചെന്ന് എല്ലാം പുള്ളിക്കാരൻ ആക്റ്റീവാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഒരു ഫെയിമിന് വേണ്ടി പോയി, പുള്ളിക്കാരൻ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോയി. കാരണം 2023 തൊട്ടേ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു റോബിനും അതുപോലെ അഖിൽമാരാറിനും എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇതിലേക്ക് പോകണമെന്ന്. കാരണം സാധാരണക്കാരനായ ഇപ്പം നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. ഇപ്പം നമ്മളെ ഏഷ്യനെറ്റുകാരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏഷ്യനെറ്റിന് വർക്ക് ചെയ്തിട്ടുള്ള ടീംസിൻ്റെ കോൺടാക്ട് നമ്പറോ ബിഗ് ബോസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടും നമുക്ക് ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുമ്പത്തെ സീസണിൽ പോയിട്ടുള്ള ആൾക്കാരിലേക്ക് അവരെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്ത് ചോദിക്കും, ഇതിന് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം അനീഷ് അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് മെസ്സേജ് അയച്ച് ഇവർക്ക് മെസ്സേജ് അയച്ച് അന്നത്തെ കാലത്ത് ഭയങ്കര 2 വർഷം മുമ്പേ ഭയങ്കര പ്രീ പ്ലാനൊക്കെ ചെയ്ത് അതുകൊണ്ട് PR വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കുഴിച്ചിട്ട പൈസ എടുത്ത് കൊടുത്തുകൊണ്ടൊക്കെ വന്നതൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ മൈജി വേറൊരു കോമഡി, അനീഷിന് മൈജിയാണ് PR കൊടുക്കുന്നതെന്ന്. അയ്യോ അത് അടിച്ചിറക്കി വിട്ടവനെ കണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാലി വീണൊന്ന് തൊഴുകായിരുന്നു. മൈജിയാണ് ഇതിൻ്റെ ഒരു പാർട്ണർ. ഇത് സ്പോൺസർഷിപ്പ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന് മൈജിയാണ്. മൈജിക്ക് കൊടുക്കാനാണെങ്കിൽ ഏഷ്യനെറ്റ് ടീമിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പിന്നെ അവർക്ക് മൈജി ഇത് PR ചെയ്തുകൂടെ? എന്തുവാണ് ഇത് ചെയ്യുന്നത്? ഇവർ മൈജിയാണ് അനീഷിന് PR കൊടുത്തതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നോ, മൈജിയിൽ വെച്ചിട്ട് കോമണറെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ് കയറി വരുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ മൈജി ഷോപ്പിലും അവർ തിരഞ്ഞെടുക്കുന്ന ഷോപ്പിൽ വെച്ചിട്ട് കോമണറായിട്ടുള്ള ഒരാൾക്ക് ഒരു ചാൻസ് എന്ന രീതിയിൽ അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്തിട്ട് എല്ലാ മൈജിയുടെ ഫ്രണ്ടിലും ഉള്ളൊരിതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കൊടുത്തുകൊണ്ടാണ് അനീഷിന് മൈജിയാണ് ഈ പറഞ്ഞിട്ടുള്ള PR കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ എണ്ണം അടിച്ചിറക്കി വിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഡീഗ്രേഡിങ് അതിന് ഏത് കണ്ടസ്റ്റൻസ് ആയാലും, ഷാനവാസ് ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, മറ്റുള്ള ഏത് കണ്ടസ്റ്റ് ആണെങ്കിലും ശരി, ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഡീഗ്രേഡിങ് ആണ്. PR 16 കൊടുത്ത് 20 കൊടുത്ത് 30 കൊടുത്ത് ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഉള്ള ഇതുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരെന്ത് ചെയ്യും? 16 ലക്ഷം കൊടുത്തല്ലോ, അപ്പം പുള്ളിക്കാരിക്ക് വോട്ട് ചെയ്യാനൊക്കെ PR ടീം ഉണ്ടല്ലോ, നമ്മളെന്നാ നമുക്ക് മറ്റൊരാൾക്ക് കൊടുത്തേക്കാം, ഇച്ചിരി ദയ തോന്നി അങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും 16 ലക്ഷം കൊടുത്തല്ലോ, PR ഉണ്ടല്ലോ, അപ്പം എൻ്റെ ഒരു വോട്ട് എന്നാൽ മറ്റൊരാൾക്ക് കൊടുത്തേക്കാം. അനുവിന് PR കയറ്റി വരുമല്ലോ. ഞാൻ കൊടുത്തില്ലെങ്കിലും ഇപ്പം അനുവിനായിക്കോട്ടെ, അല്ലെങ്കിൽ അനീഷിനായിക്കോട്ടെ, ഷാനവാസിനായിക്കോട്ടെ, മറ്റുള്ളവർക്കായിക്കോട്ടെ PR സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു വോട്ട് അപ്പുറം കൊടുത്താലും കുഴപ്പമില്ല, അല്ലെ PR പൊക്കിക്കൊണ്ട് വരുമെന്നുള്ളൊരു ചിന്ത ആൾക്കാരിലേക്ക് വരും. അപ്പം അതാണ് ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അപ്പം അങ്ങനെയാണ് ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? PR കൂടുതൽ കൊടുത്തു അല്ലെങ്കിൽ PR പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ട് വോട്ട് മറിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇന്ന് ആദില അനീഷിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോട്ടെ, അനീഷിൻ്റെ ആദിലയുടെ പട്ടിയാണോ അനീഷ്? ആദില പറയുവാണ്, അനീഷ് ഏട്ടൻ സ്റ്റോർ റൂമിൽ പൊയ്ക്കോ, അവിടെ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു, പക്ഷെ അത് ഓപ്പൺ ചെയ്യല്ലേ, അത് ഞാൻ ഓപ്പൺ ചെയ്തോളാം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്തോ, അനീഷ് എന്തോ വേലക്കാരനാണോ അവിടുത്തെ? അനീഷ് എന്തോ പട്ടിയാണോ? അവിടെ പോയി സാധനം എടുത്തുകൊണ്ട് വരാമെങ്കിൽ പുള്ളിക്കാരനെ തുറന്നു നോക്കിയാൽ എന്താ? മാത്രമല്ല ബിഗ് ബോസ് പോലെ ആരട്ടനോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല സ്റ്റോർ റൂമിലേക്ക് ക്യാപ്റ്റന് മാത്രമേ കയറാവൂ, ക്യാപ്റ്റന് മാത്രമേ സാധനം എടുക്കാവൂ എന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല,
ഈ പറയുന്നത് ലാലേട്ടനും പറഞ്ഞിട്ടില്ല. അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട് അതിലെടുത്ത് ബിഗ് ബോസ് പറയുന്നത് വരെ ഞാൻ അതിൻ്റെ അകത്ത് കയറും, അവിടെ വരുന്ന സാധനങ്ങൾ എടുക്കും എന്ന് പറയുന്നുണ്ട്. അതിലെ സംഭവം മനസ്സിലായോ? ഇവർക്കൊന്നും അതിൻ്റെ അകത്ത് പോയി എടുക്കാൻ വയ്യ. അവർക്ക് കുറച്ച് അവിടെ വെച്ചേക്കുന്ന ബീൻ ബാഗിലും അവിടെ എവിടെയും പോയി കിടന്നുറങ്ങണം, സ്റ്റോർ റൂമിൽ വന്ന ഒരു സാധനവും എടുക്കല്. അപ്പം ഇതിപ്പം അനീഷിനെ അവിടെ അനീഷിന്റെ ഈ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പേരെടുക്കാമല്ലോ, ഞാനാണ് അനീഷിനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് എന്ന് പറയാലോ. അനീഷേട്ടൻ പോയി എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളൂ, ഇപ്പം പൊട്ടിച്ചു നോക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഷോ കാണിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അതിൽ അവിടെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചത് പട്ടിയാണോ അനീഷ് അതിലടെ. പിന്നെ ക്യാപ്റ്റനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം റെസ്പെക്ട് ചെയ്യാനോ കൊണ്ട് അതിലേക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല. കാരണം അനീഷും ക്യാപ്റ്റനായിട്ട് ഇരുന്നല്ലോ. ആ സമയത്ത് ഈ ആദില പറഞ്ഞിട്ട് കേട്ടായിരുന്നോ? കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് അനീഷ് പറഞ്ഞിട്ടുള്ള ചെയ്തായിരുന്നോ? അപ്പം അങ്ങോട്ട് ചെയ്തില്ലല്ലോ, അപ്പം ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് ചെയ്യുക, അതാണ്. ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഒരു ക്യാപ്റ്റനായി എന്ന് പറഞ്ഞിട്ട് ആദില പറയുന്നുണ്ട് കേൾക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അനീഷ് പറഞ്ഞിരുന്ന ക്യാപ്റ്റനായിരുന്ന സമയത്ത് അനീഷ് പറയുന്നത് കേൾക്കണമായിരുന്നു. എന്തെങ്കിലും അതിനകത്തൊരു ന്യായം ഉണ്ടായിരുന്നു. അല്ലാതെ ആദിലിപ്പം ക്യാപ്റ്റനായപ്പോൾ ആദില പറയുന്നതല്ല അനീഷ് കേട്ടോണ്ട് നടക്കണമെന്ന് പറയുന്നതിലൊന്നും എനിക്ക് അതിനകത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അനീഷ് ഒരുപാട് വട്ടം ആദിലെടുത്ത് ക്യാപ്റ്റനായിട്ടിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലത് പട്ടി വിലയാണല്ലോ കൊടുത്തത്. അപ്പം പിന്നെ അനീഷിനെ അനുസരിക്കേണ്ട കാര്യം, അനീഷ് അതിലനുസരിക്കേണ്ട കാര്യം എന്തോ, ഫോളോ ചെയ്യേണ്ട കാര്യം എന്തോ, അത്രയേ ഉള്ളൂ. അതങ്ങനെ അങ്ങ് എടുത്താൽ നെവർ മൈൻഡ്, കല്ലിവല്ലി. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു.